സദൃശവാക്യങ്ങൾ അധ്യായം 26. വേനൽക്കാലത്ത് ഹിമവും കൊയ്ത്തുകാലത്ത് മഴയും എന്ന പോലെ ഭോഷനും ബഹുമാനം പൊരുത്തമല്ല. കുരുകിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. കുതിരയ്ക്ക് ചമ്മട്ടി, കഴുതയ്ക്ക് കടിഞ്ഞാൺ, മൂഢന്മാരുടെ മുതുകിന് വടി. നീയും മൂഢനെ പോലെ ആകാതിരിക്കേണ്ടതിന് അവന്റെ ഭോഷത്വം പോലെ അവനോട് ഉത്തരം പറയരുത്. മൂഢന് താൻ ജ്ഞാനിയെന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ ഭോഷത്വത്തിന് ഒത്തവണ്ണം അവനോട് ഉത്തരം പറക. മൂഢന്റെ കൈവശം വർത്തമാനം അയക്കുന്നവൻ സ്വന്തം കാൽ മുറിച്ചു കളയും, അന്യായം കുടിക്കുകയും ചെയ്യുന്നു. മൂഢന്മാരുടെ വായിലെ സദൃശവാക്യം മുടന്തന്റെ കാൽ ഞാന്ന് കിടക്കുന്നത് പോലെ. മൂഢന് ബഹുമാനം കൊടുക്കുന്നത് കവിണിയിൽ കല്ല് കെട്ടി മുറുക്കുന്നത് പോലെ. മൂഢന്മാരുടെ വായിലെ സദൃശവാക്യം മത്തന്റെ കയ്യിലെ മുള്ളുപോലെ. എല്ലാവരെയും മുറിവേൽപ്പിക്കുന്ന വില്ലാളിയും മൂഢനെ കൂലിക്ക് നിർത്തുന്നവനും കണ്ടവരെ കൂലിക്ക് നിർത്തുന്നവനും ഒരുപോലെ. നായി ചർച്ചത്തിലേക്ക് വീണ്ടും തിരിയുന്നതും മൂഢൻ തൻ്റെ ഭോഷത്വം ആവർത്തിക്കുന്നതും ഒരുപോലെ. തനിക്ക് തന്നെ ജ്ഞാനിയെന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ? അവനെക്കുറിച്ചുള്ളതിനേക്കാളും മൂഢനെക്കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. വഴിയിൽ കേസരി ഉണ്ട്, തെരുക്കളിൽ സിംഹമുണ്ട് എന്നിങ്ങനെ മടിയൻ പറയുന്നു. കതവ് ചുഴിക്കുറ്റിയിൽ എന്ന പോലെ മടിയൻ തൻ്റെ കിടക്കയിൽ തിരിയുന്നു. മടിയൻ തൻ്റെ കൈ തലികയിൽ പൂത്തുന്നു, വായിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അവന് പ്രയാസം. ബുദ്ധിയോടെ പ്രതിപാദിപ്പാൻ പ്രാപ്തിയുള്ള 7 പേരിലും താൻ ജ്ഞാനി എന്ന് മടിയന് തോന്നുന്നു. തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെ. കൂട്ടുകാരനെ വഞ്ചിച്ചിട്ട് അത് കളി എന്ന് പറയുന്ന മനുഷ്യൻ തീക്കൊള്ളികളും അമ്പുകളും മരണവും എറിയുന്ന ഭ്രാന്തനെ പോലെയാകുന്നു. വിറക് ഇല്ലാഞ്ഞാൽ തീ കെട്ടുപോകും, നുണയൻ ഇല്ലാഞ്ഞാൽ വഴക്കും ഇല്ലാതെയാകും. കരി കനലിനും വിറക് തീക്കും എന്ന പോലെ വഴക്കുകാരൻ കലഹം ജ്വലിക്കുന്നതിന് കാരണം. ഏഷണിക്കാരൻ്റെ വാക്ക് സാധുഭോജനം പോലെ, അത് വയറ്റിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു. സ്നേഹം ജ്വലിക്കുന്ന അധരവും ദുഷ്ടഹൃദയവും വെള്ളി കീടം പൊതിഞ്ഞ മൺകുടം പോലെയാകുന്നു. പകയ്ക്കുന്നവൻ അധരം കൊണ്ട് വേഷം ധരിക്കുന്നു, ഉള്ളിലോ അവൻ ചതിവ് സംഗ്രഹിച്ചു വെക്കുന്നു. അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്. അവൻ്റെ ഹൃദയത്തിൽ 7 വെറുപ്പ് ഉണ്ട്. അവൻ്റെ പക കപടം കൊണ്ട് മറച്ചു വെച്ചാലും അവൻ്റെ ദുഷ്ടത സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, കല്ല് ഉരുട്ടുന്നവൻ്റെ മേൽ അത് തിരിഞ്ഞുള്ളും. ഭോഷ്കു പറയുന്ന നാവ് അതിനാൽ തകർന്നവരെ ദേഷിക്കുന്നു, മുഖസ്തുതി പറയുന്ന വായി നാശം വരുത്തുന്നു.